ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 700-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 15-ാമത്തെ തിരുവചനമാണ്. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുവാൻ നോക്കുവിൻ. തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുവിൻ. ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്നുള്ള നിലയിൽ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിച്ചു പോരേണ്ട അടിസ്ഥാന തത്വമാണ് ഇത്. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുക എന്നുള്ളത് മാനുഷികമായ ചിന്തയും പ്രവൃത്തികളുമാണ്. നമുക്കെതിരായി എഴുന്നേൽക്കുന്നവരെ തകർത്ത് തരിപ്പണമാക്കുവാൻ തക്കം പാർത്തിരിക്കുന്ന, അതിനുവേണ്ടി തന്ത്രപൂർവം കരുക്കൾ നീക്കുന്ന എത്രയോ ആളുകളുണ്ട്. സ്വന്തം കൂടപ്പിറപ്പിനോട് പോലും ഒരിറ്റ് കരുണ കാണിക്കുവാൻ മറന്നുപോകുന്ന അനേകരെ നമുക്ക് ചുറ്റും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇത്തരത്തിലുള്ള ആളുകൾ ഉൾപ്പെടെ നാം എല്ലാവരും പിൻപറ്റുന്നു എന്ന് പറയുന്നത് തിന്മയ്ക്ക് പകരം നന്മ ചെയ്യണമെന്ന് പഠിപ്പിച്ച, ശത്രുക്കളെ പോലും സ്നേഹിക്കണമെന്ന് കൽപ്പിച്ച യേശു ക്രിസ്തുവിനെയാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മെ സ്നേഹിക്കുന്നവരെയും നമുക്ക് നന്മ ചെയ്യുന്നവരെയും നിഷ്കളങ്കമായി സ്നേഹിക്കുവാനോ അവരെ തിരിച്ച് കരുതുവാനോ ഒന്നും നമുക്ക് സാധിക്കാതെ പോവുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? സ്വാർത്ഥമായ പല മാനുഷിക താല്പര്യങ്ങളും നമുക്കുള്ളത് കൊണ്ടല്ലേ. സർവവും നമുക്കായി നേടിയെടുക്കുന്നതിൻ്റെ തിരക്കിലാണ് നമ്മൾ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം ആവശ്യമാണ്. തമ്മിൽ സ്നേഹിക്കുവീൻ എന്നരുളി ചെയ്ത അരുമനാഥൻ്റെ പിന്നാലെ നല്ല ഉറച്ച കാൽച്ചുവടുകളോടുകൂടെ പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനുള്ളൊരു കൃപയ്ക്കും കരുണയ്ക്കും വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ.